ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മ അറസ്റ്റിലായി. പാലക്കാട് നിന്നാണ് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. ദേവേന്ദുവിനെ കൊന്നത് ശ്രീധുവിന്റെ അറിവോടെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതോടുകൂടിയാണ് പോലീസിന്റെ നടപടി. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, എല്ലാവരെയും ഞെട്ടിച്ചതാണ് ആ കുഞ്ഞിന്റെ കൊലപാതകം. അതും സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ അത്തരത്തിൽ അനുവാദം നൽകുന്ന ഒരു അമ്മ. എവിടെ നിന്നാണ് പിടിയിലായത്? ഇനി എന്താണ് തുടർ നടപടികൾ? കഴിഞ്ഞ ജനുവരി 30 പുലർച്ചെയാണ് ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള ദേവേന്ദുവിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊന്നത്. അന്ന് അന്വേഷണ സംഘം ഈ അമ്മാവൻ ഹരികുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ താൻ തന്നെയാണ് കൊലപാതകം നടത്തിയത്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നായിരുന്നു ഹരികുമാർ നൽകിയ മൊഴി. പക്ഷേ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാൾ പിന്നീട് ഈ മൊഴി മാറ്റി പറയുകയും സഹോദരിയാണ് കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത് എന്ന് അന്വേഷണ സംഘത്തോട് മൊഴി മാറ്റി സംസാരിക്കുകയും ചെയ്തു. ഇതോടെ അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി. മാത്രവുമല്ല, ഈ കേസിന് മറ്റ് സാക്ഷികൾ ആരുമില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം വിശദമായ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അങ്ങനെ ഫോറൻസിക് പരിശോധന നടത്തവെയാണ് ഡിലീറ്റായ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം വീണ്ടെടുക്കുകയും ആ വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തിലൂടെ ശ്രീധു തന്നെയാണ് അതിന് ഒരുക്കങ്ങൾ നടത്തിയത് എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടത്. ശ്രീധുവിൻ്റെ കൃത്യമായ അറിവോടെ തന്നെയായിരുന്നു ഹരികുമാർ തൻ്റെ കുഞ്ഞിനെ, ഈ 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിനെ ഉറക്കത്തിൽ നിന്ന് ഈ കിണറ്റിലേക്ക് എടുത്തുകൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന് അന്വേഷണ സംഘം അങ്ങനെ ഉറപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വൈകാതെ അവരെ തിരുവനന്തപുരത്ത് എത്തിക്കും. ഇവിടെ എത്തിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. ഇപ്പോഴും വ്യക്തമാകാത്ത കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഹരികുമാറും ഈ ശ്രീധുവും തമ്മിൽ, ഈ സഹോദരന്മാർ തമ്മിൽ ഒരു വഴിവിട്ട ബന്ധമുണ്ടായിരുന്നെന്നും അതിന് ഈ കുഞ്ഞ് തടസ്സമായതിനാലാണ് അതിനെ കൊലപ്പെടുത്താൻ അമ്മാവൻ മുൻകൈ എടുത്തതെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ചില സൂചനകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ശ്രീധുവുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിവരങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർ വിവാഹബന്ധത്തിൽ നിന്ന് കുറച്ച് ഉലച്ചിലുകൾ നേരിട്ടതിനെ തുടർന്ന് ഭർത്താവുമായി അകന്ന് താമസിക്കുകയായിരുന്നു. മാത്രവുമല്ല, തൊട്ടടുത്തടുത്ത് വീടുകൾ ഉണ്ടായെന്നിരിക്കെ അയൽവാസികളുമായിട്ടൊന്നും ഒരു തരത്തിലുള്ള വ്യക്തിബന്ധവും ഹരികുമാറോ ഈ ശ്രീധുവോ കാത്തു സൂക്ഷിച്ചിരുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടെ ഈ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയ ഈ ചാറ്റുകളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയും ഹരികുമാറിനെ ഈ കൊലപാതകം നടത്തുന്നതിന് പ്രേരിപ്പിച്ചത് സഹോദരി കൂടിയായ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവാണെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുകയും പാലക്കാട് നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഡാൻ, ഇനി അവരെ ഇവിടെ എത്തിക്കുക? തെളിവെടുപ്പുകളൊക്കെ ഇനി അവശേഷിക്കുന്നില്ലേ? എന്താണ് അന്വേഷണ സംഘം നൽകുന്നത്? തലസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം ക്രൈംബ്രാഞ്ച് സംഘം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇവരെ ഹാജരാക്കും. വൈദ്യപരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം നോർമൽ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ. അതിനുശേഷം അവരെ കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. അങ്ങനെ ചോദ്യം ചെയ്യൽ നടത്തുന്നതിലൂടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇങ്ങനെ കിണറ്റിലെറിഞ്ഞ് ദാരുണമായി കൊല ചെയ്തത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ മാത്രം ഒരു ഉറപ്പുമില്ല. കൊലപാതകം നടത്തിയത് ഹരികുമാർ ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നു. അത് കൃത്യമായി ദേവേന്ദുവിൻ്റെ അമ്മ കൂടിയായ ശ്രീധുവിൻ്റെ അറിവോടെയാണെന്ന് ഉറപ്പിക്കുന്നു. പക്ഷേ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടുന്നില്ല. അതിനുള്ള ഉത്തരം ശ്രീധുവിനെ വിശദമായ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ശരി ഡാൻ, എന്തായാലും ശ്രീധുവിനെ എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. എന്തായാലും അറസ്റ്റിലായിരിക്കുന്നു ആ അമ്മ, കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന അമ്മ എന്ന് തന്നെ പറയണം. ഡാൻ കുര്യനാണ് ചേർന്നത് വിവരങ്ങളുമായി.